ശബരിമല സ്വർണ്ണമോഷണ കേസിൽ വെട്ടിലായി വീണ്ടും കോൺഗ്രസ്. UDF കൺവീനർ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമെന്ന് തെളിയിക്കുന്ന കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. പോറ്റിയിൽ നിന്നും സഹായി രമേഷ് റാവുവിൽ നിന്നും അടൂർ പ്രകാശ് സമ്മാനങ്ങൾ സ്വീകരിച്ചു. അടൂർ പ്രകാശ് പോറ്റിയുടെ വീട്ടിൽ സ്ഥിരമായി എത്തിയിരുന്നതായി അയൽവാസിയുടെ വെളിപ്പെടുത്തൽ. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഓരോ ദിവസം കഴിയുന്തോറും കോൺഗ്രസിന്റെ പങ്ക് കൂടുതൽ വെളിവാക്കപ്പെടുകയാണ്. കേസിലെ പ്രതികളെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിച്ചതിന്റെ തെളിവുകൾക്ക് പിന്നാലെ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ളത് ദൃഢമായ ബന്ധമെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവന്നത്. ഇരുവരും കേരളത്തിനകത്തും പുറത്തും വെച്ച് നിരവധി തവണ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളിൽ ശബരിമലയിൽ നിന്ന് സ്വർണം കൊണ്ടുപോയ പോറ്റിയുടെ സഹായി രമേഷ് റാവുവുമുണ്ട്. പോറ്റിയിൽ നിന്നും രമേഷ് റാവുവിൽ നിന്നും അടൂർ പ്രകാശ് സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ ഗൂഢാലോചന ആരംഭിച്ചത് ബംഗളൂരുവിൽ വെച്ചാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ബംഗളൂരുവിൽ വെച്ച് തന്നെയാണ് പോറ്റിയും കേസിലെ പോറ്റിയുടെ സഹായിയുമായി അടൂർ പ്രകാശ് കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനിടെ അടൂർ പ്രകാശ് പോറ്റിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകൻ എന്ന് വെളിപ്പെടുത്തി അയൽവാസി വിക്രമൻ രംഗത്തെത്തി. അടൂർ പ്രകാശിനെ ഞാൻ ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, പിന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന എല്ലായിടത്തും സംസാരിച്ചിട്ടാണ് സാധാരണ ഇപ്പോൾ, പ്രത്യേകിച്ച് അല്ലെങ്കിൽ തന്നെ അടൂർ പ്രകാശ് എൻ്റെ കൂടെ എം പി ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ സംസാരിച്ചിട്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇലക്ഷൻ സമയത്തും അല്ലാതെയും തിരുമേനിയെ കാണാനും അച്ഛൻ തിരുമേനിയെ കാണാനും പിന്നെ അല്ലാതെയും ഒക്കെ വരും. ശബരിമലയിൽ ഉൾപ്പെടെ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആണെന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. കോൺഗ്രസ് നേതാക്കളിലേക്ക് അന്വേഷണം എത്തുന്ന ഘട്ടത്തിൽ പുകമറ സൃഷ്ടിക്കാനുള്ള കോൺഗ്രസ് നീക്കവും ഇതോടെ പൊളിയുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.